ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഫേസ്ബുക്ക് ലൈവിൽ വരുന്നത്. ഇന്ന് ലൈവിൽ വരുന്നതിന് പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ചെറിയ കാരണങ്ങളാണ് ഉള്ളത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിരുന്നു. ഇപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടേറിയറ്റ് ലെവലിലുള്ള ചാർജാണ്. അതേപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെയും മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ചാർജും കൂടിയുണ്ട്. ഞാനിപ്പം ലൈവിൽ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം വളരെ കുറഞ്ഞ സമയം ഞാൻ എടുക്കുന്നുള്ളൂ. എല്ലാവർക്കും ഹായ്. പ്രധാനമായിട്ടും നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളും ആഴ്ചകളുമായിട്ട് നമ്മുടെ വാർത്തകളിലും അതേപോലെ തന്നെ നമ്മുടെ മീഡിയകളിലുമൊക്കെ നമ്മൾ അറിയുന്ന കുറെ വളരെ പ്രയാസപ്പെടുത്തുന്ന ചില വാർത്തകൾ കണ്ടതുകൊണ്ടാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ പ്രയാസവും ആ വിഷമവും മനസ്സിലാക്കിയതുകൊണ്ട് അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ ലൈവിൽ വരുന്നത്. ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നവർക്കൊക്കെ അറിയാം. ഞാൻ കുറച്ച് ദിവസങ്ങളിലിടക്ക് ആരെയും പ്രത്യേകിച്ച് പേരൊന്നും പറയാറില്ലെങ്കിലും മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകട്ടെ എന്ന് കരുതി ഞാൻ ചില കുറിപ്പുകളൊക്കെ ഇടാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ മകനും ഒരു കോളേജിൽ ഇപ്പം TKM കോളേജിൽ പഠിക്കുകയാണ്. കുട്ടികളൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് വലിയ പ്രയാസങ്ങൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പലപ്പോഴും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന ദാരുണമായ വാർത്തകൾ, ക്യാമ്പസുകളിൽ നടക്കുന്ന പൈശാചികമായ ചില പ്രവൃത്തികൾ, അതില് രണ്ട് കൂട്ടരുടെയും രക്ഷിതാക്കൾ അനുഭവിക്കുന്നത് തുല്യ ദുഃഖമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് ഇരയാക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണെങ്കിലും അതിന് കാരണക്കാരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണെങ്കിലും അതേപോലെ ദുഃഖം അനുഭവിക്കുന്നവരായിരിക്കും. എന്റെ മകനെ അങ്ങനെ ആ രണ്ട് തരത്തിലും ഇരയുടെ കൂട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിലും ഞാൻ അനുഭവിക്കുന്ന വേദന വളരെ വേദനാജനകമായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇന്നത്തെ കാലത്ത് അതിന് പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള പല പ്രവൃത്തികളും നമ്മുടെ വാർത്തകൾ ഉൾപ്പെടെ ചില വാർത്തകളൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അത് കാണുമ്പോൾ പലർക്കും ഒരു പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന രീതിയിൽ പോലും ചില മീഡിയകൾ അതിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ്. ചില ചാനലുകളൊക്കെ ചില വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വീടുകളിൽ ഉണ്ടാവുന്ന അവസരങ്ങളിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ചെയ്യുന്നത്, അതിന്റെ വിശദമായ കുറിപ്പുകളും അതിന്റെ ചിത്രങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് കാണാറുണ്ട്. വളരെ വളരെ മനസ്സിന് വിഷമം തോന്നുകയാണ്. കാരണം ഇതൊക്കെ ആരെ പഠിപ്പിക്കാനാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇത് അറിയിക്കാനാണെങ്കിൽ വാർത്തകളിലെ വിവരങ്ങൾ നിരന്തരം എല്ലാവരും അറിയുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങളിൽ, അത് പ്രിന്റഡ് മീഡിയ ആണെങ്കിലും ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിലും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ ഗുരുതരമായ ആൾക്കാരത് പലരും അതിനെ ഒരു പ്രോത്സാഹം കിട്ടുന്ന ഒരു ഇടമായിട്ട് കാണുകയാണ്. പിന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ഉള്ള ക്യാമ്പസുകളിൽ അക്രമവാസനയുള്ള കുട്ടികളെ എൻകറേജ് ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അടക്കം പലപ്പോഴും കണ്ടുവരാറുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നത് കാണുമ്പോൾ വളരെ വേദന തോന്നാറുണ്ട്. നമുക്ക് നമ്മുടെ കലാലയങ്ങളെ സർഗാത്മകതയും അതേപോലെ തന്നെ സമാധാനവും ക്രിയാത്മക രാഷ്ട്രീയവും അതേപോലെ തന്നെ പഠനത്തിനും ഗവേഷണത്തിനുള്ള മേഖലയാക്കി തിരിച്ചു കൊണ്ടുവരുവാനുള്ള നടപടികൾ നമ്മൾക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് വളരെ കലുഷിതമായ അന്തരീക്ഷങ്ങളാണ് പല ക്യാമ്പസുകളിലും ഈവൻ സ്കൂളുകളിലും കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പല വാർത്തകൾ വരുന്നു. വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അധ്യാപകർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ,
അതേപോലെ തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കുട്ടികളും തമ്മിലുള്ള സംഘർഷങ്ങൾ, വീടുകളിലും അതുപോലെ തന്നെ സ്ഥലങ്ങളിലും അനുഭവിക്കുന്ന പീഡനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ വാർത്തകൾ ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മുതിർന്ന ആൾക്കാരുകള് ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ പഠിക്കാൻ ശ്രമിക്കുകയും അവർ പോകുന്ന ഇടങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുകയും അവരുടെ സമ്പർക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഡ്രഗ് മാഫിയ, ലഹരി മാഫിയ സംഘങ്ങള് ക്യാമ്പസുകളും സ്കൂളുകളും ഒക്കെ നെറ്റ്വർക്കിലാക്കാനുള്ള ശ്രമത്തിലാണ്. അതിന് ഒരു കാരണവശാലും നമ്മളതിന് ആ സംവിധാനത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ രണ്ട് തരത്തിൽ ഇരകളാകുകയാണ്. അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന ആൾക്കാരുടെ ഇരകളായിട്ട് ആക്രമിക്കുന്ന പിശാചിക അവസ്ഥ കാണിക്കുന്ന കുട്ടികളായിട്ട് പലരും മാറുന്നു. അതിന് ഇരകളാകുന്ന പാവപ്പെട്ട കുട്ടികളായിട്ട് മരണത്തിന് വരെ കീഴടങ്ങുന്ന കുട്ടികളായിട്ട് പലപ്പോഴും മാറുന്നു. സ്കൂളുകളും ക്യാമ്പസുകളും സമാധാനത്തിനുള്ള പഠനത്തിനുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള വേദികളായിട്ട് തന്നെ മാറേണ്ടതുണ്ട്. ചില ക്യാമ്പസുകൾ അങ്ങനെ മാറുന്നതിൽ വലിയ വേദനയുണ്ട്. നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥി സമൂഹവും വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള സംഘടനകളും ഉൾപ്പെടെ ഒത്തൊരുമിച്ച് നമ്മുടെ ഭരണകൂടങ്ങളോട് ചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവണതകൾ വരുന്നതിനെതിരെ തടയാൻ നമ്മൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ അത്തരത്തിലുള്ള നല്ല സാമൂഹിക അന്തരീക്ഷം കുടുംബങ്ങളിൽ സംജാതമാക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ സംജാതമാക്കേണ്ടതുണ്ട്. അതിന്റെ പ്രതിഫലനം നമുക്ക് നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ കലുഷിതമല്ലാത്ത, അക്രമങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത പഠനത്തിനും അതുപോലെ തന്നെ സർഗാത്മക വളർച്ചയ്ക്കും വേദികളാകുന്ന ക്യാമ്പസുകളും സ്കൂളുകളും കലാലയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നും അത് തടയുന്നതിനുള്ള നടപടികളിലേക്ക് നമ്മൾ സ്വമേധയാ രംഗത്തിറങ്ങണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.